പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 21:34 വാക്യം. എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ തകർക്കപ്പെട്ട നഗ്നമായ ശരീരം അപമാനിതമാക്കി ഒരു കൂട്ടം കാഴ്ചക്കാരുടെ മുമ്പിൽ ക്രൂശിൽ തൂക്കി അവിടെ നിന്ന് ഉപദ്രവിക്കുന്നതിന് ശാസ്ത്രം ഇല്ല. യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കപടമായ കുറ്റം ആരോഗ്യപ്പെട്ട ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നീട് അവിടുന്ന് അപമാനിതനായ ഒരു വ്യക്തിയോട്, ഒരു കുറ്റവാളിയോട് അവൻ്റെ വിശ്വാസത്തിന് ആഴം മൂലം അവൻ തന്നോട് പരദീസിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ്റെ വേദനയിലും അവമാനത്തിലും പോലും മറ്റുള്ളവരുടെ സ്നേഹത്താൽ യേശു പ്രത്യാശയും ജീവൻ്റെ വചനം പങ്കുവച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഏതു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവമാനമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? ഈ വെല്ലുവിളികളെ നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ യേശുവിൽ ചേരുവാനും അവിടുന്ന് ജീവൻ്റെ വചനം പങ്കിടുവാൻ കഴിയും? പ്രാർത്ഥിക്കാം. യേശുവെ, അവിടുത്തെ കൃപയ്ക്കും താഴ്മയ്ക്കുമായി ഞാൻ സ്തുതിക്കുന്നു. ദയയില്ലാത്തതും കരുതാത്തതുമായ ആളുകളോട് ആ കാര്യങ്ങളെ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ അവിടുന്ന് എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.